സർ ഇരിക്കൂ. സർ, കഴിഞ്ഞ ആഴ്ച എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ EMI ഒന്നും അടയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു റിലീഫ്. ലോൺ മൊറട്ടോറിയം, അതാണ് സാറിന് വേണ്ട റിലീഫ്. ജോലി പോവുക, മെഡിക്കൽ എമർജൻസി ഓർ ഇൻ കേസ് ഓഫ് എ പാൻഡമിക്, ലെൻഡേഴ്സിന് നിങ്ങൾക്ക് ഒരു ലോൺ മൊറട്ടോറിയം ഓഫർ ചെയ്യാൻ പറ്റും. അതായത് ലോൺ പേയ്മെന്റുകൾക്ക് ഒരു ടെമ്പററി പോസ് ഇൻക്ലൂഡിങ് EMIs. അത് കാരണം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് ദെയർസ് എ ക്യാച്ച്. നിങ്ങളുടെ ഈ സമയത്ത് ഇൻട്രസ്റ്റ് അക്യുമുലേറ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ലോൺ കോസ്റ്റ് ഇൻക്രീസ് ആവും. ഇതൊരു റിലീഫാണ്, വെയ്വർ അല്ല. നൗ ഹൗ ടു അപ്ലൈ? ആദ്യം നിങ്ങളുടെ ലോൺ മൊറട്ടോറിയത്തിന് എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാ ലോണുകളും അല്ലെങ്കിൽ എല്ലാ വെൻഡേഴ്സും ഈ ഫെസിലിറ്റി അനുവദിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ലോൺ ഈ ഫെസിലിറ്റി നൽകുന്നുണ്ടോയെന്ന് നിങ്ങളുടെ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് അപ്ലൈ ത്രൂ ലെൻഡേഴ്സ് വെബ്സൈറ്റ്, കസ്റ്റമർ സർവീസ് ഹെൽപ്പ് ലൈൻ ഓർ ബൈ വിസിറ്റിംഗ് ദ ബ്രാഞ്ച്. ഒരുപാട് ലെൻഡേഴ്സ് ഇപ്പോൾ ഈ ഫെസിലിറ്റി ഓൺലൈനായിട്ട് നൽകുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടിന്റെ പ്രൂഫ് വെച്ച് വേണം അപ്ലൈ ചെയ്യാൻ. ഇനി അപ്രൂവ് ആയ നമ്മുടെ സിറ്റുവേഷൻ നോക്കി 1 to 12 months വരെ നമുക്ക് ബ്രേക്ക് കിട്ടും. ഫ്രം ഹോം ലോൺസ് ടു ക്രെഡിറ്റ് കാർഡ്സ്. അപ്പോൾ ഷോർട്ട് ടേം റിലീഫ്, അതെ, ലോങ് ടേം ഇമ്പാക്ട് ഉറപ്പായിട്ടും. അതുകൊണ്ട് ലോൺ മൊറട്ടോറിയം ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ആലോചിക്കുക.